ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ ഗോൾ വേട്ടക്കാരൻ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി? എന്നാൽ ഈ രണ്ടുപേരും റെക്കോർഡുകളെ വെറും കളിപ്പണ്ടം പോലെ തകർത്തെറിയുന്നു ഒരു 6'4" ഇന്ന് ഫുട്ബോൾ ലോകം ഭരിക്കാൻ പോവുകയാണ് ഇർലിംഗ് ബ്രൗട്ട് ഹാലൻഡ്. ഗോൾ അടിക്കാൻ മാത്രം പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണോ എന്ന് പല ഡിഫൻഡർമാർക്കും പരസ്യമായി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വെറും ഭാഗ്യം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്രയും ഗോളുകൾ അടിച്ചു കൂട്ടാൻ സാധിക്കുമോ? ഇല്ല. ഈ നോർവേർജിയൻ ഭീകരന്റെ വിജയത്തിന് പിന്നിൽ ലോകം ഇതുവരെ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ. പലരും വിചാരിച്ചിരിക്കുന്നത് ഹാലൻഡ് ഫുട്ബോൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ നോർവേയിൽ ജനിച്ച വളർന്ന ഹാലൻഡ് ചെറുപ്പത്തിൽ ഒരു ഓൾറൗണ്ടർ അത്ലറ്റ് ആയിരുന്നു. ഹാൻഡ്ബോൾ, അത്ലറ്റിക്സ്, ഗോൾഫ്, ക്രോസ് കോൺട്രി സ്കീയിങ് തുടങ്ങിയ ഒട്ടനവധി കായിക വിനോദങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ തൻ്റെ 5ാമത്തെ വയസ്സിൽ ലോങ് ജമ്പിൽ 1.63 മീറ്റർ ചാടി ഹാലൻഡ് ഒരു ലോക റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. 5 വയസ്സുകാരൻ്റെ കാറ്റഗറിയിൽ ആ റെക്കോർഡ് ഇന്നും ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലെ ഈ കഠിനമായ അത്ലറ്റിക് പരിശീലനമാണ് ഹാലൻഡിനെ ഒരൊറ്റ ഡിഫൻഡർമാർക്കും തടുക്കാൻ കഴിയാത്ത ശാരീരിക ക്ഷമതയിലും പെറ്റ്സിലും എത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. 2019 അണ്ടർ 20 ലോകകപ്പിൽ ഒരൊറ്റ മത്സരത്തിൽ 9 ഗോളുകൾ അടിച്ചുകൊണ്ടാണ് ഹാലൻഡ് ആദ്യമായി അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. പിന്നീട് റെഡ് ബുൾ സാൻസ്ബർഗിലും ജർമ്മൻ ക്ലബായ ബോറുസിയ ഡോർട്ട്മുണ്ടിലും അദ്ദേഹം നടത്തിയ ഗോൾ വേട്ട സമാനതകളില്ലാത്തതായിരുന്നു. എന്നാൽ ഹാലൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് മാറിയപ്പോൾ പല പ്രമുഖരായ ഫുട്ബോൾ പണ്ഡിതകളും പറഞ്ഞു ഇംഗ്ലണ്ടിലെ കഠിനമായ ഡിഫൻഡേഴ്സിനെ മറികടക്കാൻ ഹാലൻഡിന് കഴിയില്ലെന്ന്. എന്നാൽ അവരെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രീമിയർ ലീഗിലെ തൻ്റെ ആദ്യ സീസണിൽ തന്നെ 36 ഗോളുകൾ വാരി കൂട്ടിയ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡ് ഹാലൻഡ് സ്വന്തം പേരിലായി. എന്തുകൊണ്ടാണ് ഹാലൻഡിനെ തടയാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫൻഡേഴ്സുമാർക്ക് പോലും സാധിക്കാത്തത്? 3 കാര്യങ്ങളാണ് അതിന് പ്രധാന കാരണം. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ബോഡി പ്രസൻസ്. 6'4" ഭീമാകാരമായ ശരീരം വെച്ച് ഡിഫൻഡേഴ്സ്മാരെ ഫിസിക്കലി തകർക്കാൻ ഹാലൻഡിന് കഴിയും. രണ്ടാമത്തേത് ഒരു ഒളിമ്പിക് അത്ലറ്റിനെ വെല്ലുന്ന വേഗത. മണിക്കൂറിൽ 36 കിലോമീറ്ററിലധികം വേഗതയിൽ ഓടാൻ ഹാലൻഡിന് സാധിക്കുന്നു. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അദ്ദേഹത്തിന്റെ പൊസിഷൻ സെൻസ് ആണ്. പന്ത് എങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് സെക്കൻഡുകൾക്ക് മുന്നേ മനസ്സിലാക്കി കൃത്യസ്ഥലത്തെത്തി ഫിനിഷ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വേറെ ലെവലാണ്. എന്നാൽ ക്ലബ്ബ് ഫുട്ബോളിൽ മാത്രമല്ല, ഇതാ തന്റെ ആദ്യ ലോകകപ്പിൽ ഹാലൻഡ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഈ 2026 ഫിഫ ലോകകപ്പിൽ കളിച്ച വെറും 4 മത്സരങ്ങളിൽ നിന്നും 7 ഗോളുകളാണ് ഹാലൻഡ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇറാഖ്, സെനഗൽ, ഐവറി കോസ്റ്റ് ടീമുകളെ വല നിറച്ച ഹാലൻഡ് പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീലിനെ നോർവേ നയിച്ച ഒരു യഥാർത്ഥ നായകനെ പോലെയാണ്. മത്സരത്തിന്റെ 79ാം മിനിറ്റിൽ ആഴ്സണൽ ഡിഫൻഡർ ഗബ്രിയേലിനേക്കാൾ ഉയരത്തിൽ ചാടി ഒരു തകർപ്പൻ ഹെഡറിലൂടെ 90ാം മിനിറ്റിൽ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒരു മാരക ലോങ് റേഞ്ചിലൂടെ ബ്രസീലിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കി നോർവേയെ ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ് ഈ റൈസിംഗ്. നിലവിൽ നോർവേക്കായി കളിച്ച അവസാന 14 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ തുടർച്ചയായി ഗോൾ നേടിയ ഹാലൻഡ് തന്റെ അജയ്യമായ ഫോം തുടരുകയാണ്. ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയ്ക്കുമൊപ്പം 7 ഗോളുകളോടെ ഗോൾഡൻ ബൂട്ട് റേസിലും ഇപ്പോൾ ഹാലൻഡ് ഉണ്ട്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ ഒരുങ്ങുന്ന നോർവേയെ ഹാലൻഡ് ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.